ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കാണ്. പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. എറണാകുളം കാക്കാട് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നു. അവർ കിരണിനോട് പ്രതികരിക്കുകയാണ്. അതിലേക്ക് അനുവദിക്കില്ല എന്നല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ ഓൾ കേരള ബേസിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. ഈ സർക്കുലർ പൊതുവെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസിൻ്റെയും ധാരണ ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്തോ അടി പറ്റിയ പോലെയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർക്കല്ല. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ആകെയുള്ള പ്രശ്നം ഈ 15 വർഷം കഴിഞ്ഞ് വണ്ടി കണ്ടം ചെയ്യാൻ പറഞ്ഞാണ്. ബാക്കി മുഴുവൻ ഇന്നിവിടെ ടെസ്റ്റിന് വന്ന പിള്ളേർ അവർ പഠിച്ചേക്കണ ഒരു എച്ച് എടുക്കാനും അത്യാവശ്യം റോഡ് ഓടിക്കാനുമാണ്. ഇനി ആ ടെസ്റ്റൊന്നും പോരാ, ഇനിയും പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും പഠിക്കണമെങ്കിൽ 10-20,000 രൂപ മുടക്കി, ഡ്രൈവിംഗ് സ്കൂളുകാർക്കൊക്കെ നല്ലതാണത്. 20,000 രൂപ മുടക്കി വീണ്ടും പഠിക്കാനായിട്ട് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും നടക്കുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ആണുങ്ങൾ വരെ. പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക്കാണ്. അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത് പറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും ഇന്നത്തെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഈ വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതികരിക്കുകയായിരുന്നു. കിരണുണ്ട് അവിടെ. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ വരുത്തി മുന്നോട്ട് പോകാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും ഒരുപക്ഷെ പരിഷ്കരണങ്ങൾ മന്ത്രി ഏകപക്ഷീയമായി നടപ്പിലാക്കി നിർത്തണം എന്നുള്ളതാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രതിഷേധം ഇന്ന് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്? ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം. എറണാകുളം കാക്കാട് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ട്രാക്ക് ഒരുക്കാതെ പരിഷ്കാരം തടയാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നീക്കം. പക്ഷേ ഈ പരിഷ്കരണത്തിലൊക്കെ ഇളവുകൾ വരുത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചിരുന്നു എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പക്ഷേ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് തന്നെ സംയുക്ത സംഘടനകൾ കൂടി ഇത്തരത്തിൽ ആഹ്വാനം ചെയ്ത ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പരിഷ്കരണത്തിനായി ഇറക്കിയ സർക്കുലർ തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മാധ്യമങ്ങളോട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു. ടെസ്റ്റ് തടയും എന്നുള്ളത് തന്നെയാണ്. ഈ ടെസ്റ്റ് ഗ്രൗണ്ട് ഉൾപ്പെടെ നിശ്ചലമാക്കിക്കൊണ്ടാണ് പ്രതിഷേധം. വിവരങ്ങൾ നൽകിയ കിരണുണ്ട്. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മാധ്യമങ്ങളോട്? ലക്ഷ്മി, ഇന്നു മുതലായിരുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ നിന്ന് ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഏതായാലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിലവിലുള്ള ഈ നിയമങ്ങൾ, നിർദ്ദേശങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണത്തിനോട് തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചത്. ഇന്ന് രാവിലെ കാക്കനാട് നടക്കുന്ന ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ഈ ഗ്രൗണ്ടിലെത്തിയതായിരുന്നു ഇവർ. പിന്നീട് ഇവർ MVD ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഇന്നത്തെ ഈ ടെസ്റ്റിൽ നിന്ന് ഇവർ ഏതായാലും മാറി നിൽക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകളും കൂടിച്ചേരുകയാണ്. ഏതായാലും എന്താണ് നിങ്ങളുടെ ഈ ഒരു നിലവിലുള്ള ഈ ബഹിഷ്കരണത്തിന്റെ ഒരു പിന്നിലുള്ളത്? 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആവശ്യം. അത് പിൻവലിച്ചാൽ മാത്രമാണ് നമ്മൾ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് സഹകരിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതൊന്നും തന്നെ പ്രായോഗികമല്ല എന്നുള്ളൊരു കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്? ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. അതായത് ഗ്രൗണ്ട് സജ്ജീകരിക്കുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് നമുക്കൊരു ഗ്രൗണ്ടിനെ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം 56 ഗ്രൗണ്ടുകളും ഉണ്ട്. ഇന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ട് 2-3 ഗ്രൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രൗണ്ടുകളും ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ വാടക കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിഷ്കരിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാരനെ പൈസ മുടക്കി ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഏതായാലും ഈ ഒരു ബഹിഷ്കരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ടെസ്റ്റിന് വേണ്ടി എത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഒരുപാട് പേര് ടെസ്റ്റിന് വേണ്ടി എത്തിയിട്ടുണ്ടാവുമല്ലോ. അവർക്ക് പേർക്ക് ഡേറ്റ് കൊടുത്തിട്ടുള്ളൂ.
ഈ ടെസ്റ്റ് ഗ്രൗണ്ട് സ്കൂളുകാരുണ്ടാക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. 300 രൂപ ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും ടെസ്റ്റ് ഫീസ് മേടിക്കുന്നുണ്ട്. ടെസ്റ്റിന് മാത്രമുള്ള ഫീസാണ് അത്. കാറ് മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ 600 രൂപ. ഈ പൈസ നോക്കൂലിയായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ശരിക്കും സർക്കാർ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കാനും വണ്ടി അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ആ ഫീസ് ചാർജ് ചെയ്യുന്നത്. ഈ ബഹിഷ്കരണം ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമോ? കംപ്ലീറ്റ്, അതായത് ഇത് പിൻവലിക്കുന്നതോടെ വരെ തുടരും. എന്തായാലും ലക്ഷ്മി, ഈ ബഹിഷ്കരണം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഗ്രൗണ്ട് സ്വന്തമായി സജ്ജമാക്കണം. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത്. ഒപ്പം തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ടെസ്റ്റിന് എന്നുള്ള പരിഷ്കരണങ്ങൾക്ക് എതിരെയാണ് പ്രതിഷേധം. കിരണാണ് അവിടെ നിന്ന് അവരോട് സംസാരിച്ച് നേരിട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.